The Radon-Nikodym theorem. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് മെഷർ തിയറിയിലത്. Let X and mu be a sigma finite measure space and mu a sigma finite measure defined on the measurable space Xm that is absolutely continuous with respect to mu. Then there is a non-negative function f on X that is measurable with respect to m, for which mu of E is equal to integral over E f d mu for all E belongs to m. The function f is unique in the sense that if G is any non-negative measurable function on X that also has this property, then G equal to f almost everywhere. നമുക്കൊരു സിഗ്മ ഫൈനൈറ്റ് മെഷർ സ്പേസ് എക്സ് mu തന്നിട്ടുണ്ട്. mu ഒരു സിഗ്മ ഫൈനൈറ്റ് മെഷർ തന്നെയാണ്. എക്സ് ഒരു സിഗ്മ ഫൈനൈറ്റ് മെഷർ സ്പേസ് ആണ്. therefore നമുക്ക് എക്സിനെ കൗണ്ടബിൾ യൂണിയൻ ഓഫ് സെറ്റ്സ് ഓഫ് ഫൈനൈറ്റ് മെഷർ ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ mu ഒരു സിഗ്മ ഫൈനൈറ്റ് മെഷർ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് എക്സ് ഈക്വൽ ടു ഒരു യൂണിയൻ ഓഫ് സെറ്റുകൾ x1 x2 എക്സെട്ര കൗണ്ടബിൾ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റും. വേർ ഓരോ എക്സനും ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സിഗ്മ ഫൈനൈറ്റ് മെഷർ സ്പേസിന്റെ മീനിങ്. ഇനി അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു മ്യൂ. അപ്പൊ ന്യൂ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mu of E equal to 0 implies mu of E equal to 0 for all E belongs to M. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. നമുക്കൊരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ f കണ്ടുപിടിക്കാൻ പറ്റും such that mu of E equal to integral over E f d mu for all E belongs to M. അപ്പോൾ ഇങ്ങനെ ഒരു എഫിനെ ന്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും such that we can write this as mu of E equal to integral over E f d mu for all E belongs to M എന്ന്. അതുപോലെ ഇങ്ങനെ ഒരു എഫ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് യൂണീക്കുമായിരിക്കും. അതായത് ഇതേ പ്രോപ്പർട്ടി ഉള്ള വേറൊരു ഫംഗ്ഷൻ ജി ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ജി ഈക്വൽ ടു എഫ് ഓൾമോസ്റ്റ് എവരിവെയർ എഴുതാം. അപ്പൊ ഇതാണ് റാഡോൺ-നിക്കോഡിയം തിയറം പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് സിഗ്മ ഫൈനൈറ്റ് മെഷർ സ്പേസ് ആണ് എക്സ് mu. പിന്നെ ന്യൂ ഒരു സിഗ്മ ഫൈനൈറ്റ് മെഷർ ആണ്. ന്യൂ ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കണം. mu of E equal to integral over E f d mu എന്ന് എഴുതാൻ പറ്റണം for all measurable sets E. പിന്നെ എഫ് യൂണീക്ക് ആയിരിക്കും ചെയ്യണം. പ്രൂഫ് നോക്കാം. കുറച്ച് ലെങ്തി പ്രൂഫാണ് റാഡോൺ-നിക്കോഡിയം തിയറത്തിന്റെ. നമുക്ക് മ്യൂ സിഗ്മ ഫൈനൈറ്റ് മെഷേഴ്സ് ആണ് തന്നിട്ടുണ്ട്. mu is absolutely continuous with respect to mu ആണ് തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. there exists a non-negative function f such that mu of E equal to integral over E f d mu for all E belongs to M. f മെഷറബിളും ആയിരിക്കണം. ആദ്യം നമ്മൾ ഈ റിസൾട്ട് മ്യൂ ഫൈനൈറ്റ് മെഷേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പോവാണ്. അതായത് മ്യൂ ഓഫ് എക്സ് ഫൈനൈറ്റ് ആണ് ആൻഡ് മ്യൂ ഓഫ് എക്സും ഫൈനൈറ്റ് ആണ്. ഇതാണ് നമ്മളുടെ അസംഷൻ. ഫസ്റ്റ് കേസിൽ മ്യൂ ഓഫ് ഇ ഈക്വൽ ടു 0 ആണെന്ന് വിചാരിച്ചു. നമുക്ക് ന്യൂ സിഗ്മ ഫൈനൈറ്റ് മെഷർ സ്പേസ് തന്നിട്ടുണ്ട്, മെഷർ ആണെന്ന് തന്നിട്ടുണ്ട്. മ്യൂ ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ എന്ന് തന്നിട്ടുണ്ട്. അപ്പോ ആ തന്നിരിക്കുന്ന ന്യൂവിന് ഏതൊരു മെഷറബിൾ സെറ്റ് ഇ എടുത്താലും മ്യൂ ഓഫ് ഇ ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എഫ് ഏത് വരും? എഫ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എഫ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 അതായത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി mu എന്ന് പറയുന്നത് 0 കിട്ടിക്കോളും. അപ്പൊ നമുക്ക് 0 ഈക്വൽ ടു
mu of e equal to integral over e f d mu equal to 0. അതായത് mu of e equal to integral over e f d mu സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും എന്ന് കിട്ടി. അപ്പോ mu of e equal to 0 for every e belongs to m ആണെങ്കിൽ നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി സെക്കൻഡ് കേസിൽ അസ്യൂം ചെയ്യുവാണ് ഏതോ ഒരു മെഷറബിൾ സെറ്റ് ഇക്ക് mu of e നോട്ട് ഈക്വൽ ടു 0 ഉണ്ട് എന്ന് വിചാരിക്കുവാണ്. അതാണ് കേസ് 2. അസ്യൂം ദാറ്റ് mu of e equal to 0 നോട്ട് ഈക്വൽ ടു 0 ഫോർ സം e belongs to m. നമ്മൾ ക്ലെയിം ചെയ്യുവാണ് there exists a non-negative function f such that integral over e f d mu greater than 0 and integral over e f d mu is less than or equal to mu of e for every e belongs to m. ഈ ക്ലെയിം ട്രൂ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യും, ഇന്റഗ്രൽ എഫ് ഡി മ്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ആൻഡ് ഇന്റഗ്രൽ എഫ് ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു mu of e ഫോർ എവരി e belongs to m ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ക്ലെയിം ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളൊരു പോസിറ്റീവ് റിയൽ നമ്പർ ലാംഡ ചൂസ് ചെയ്തു. ലാംഡ ഗ്രേറ്റർ ദാൻ 0ക്ക് നമ്മൾ സെറ്റ് ഫംഗ്ഷൻ ന്യൂ മൈനസ് ലാംഡ മ്യൂ ഡിഫൈൻ ചെയ്യുവാണ്. ന്യൂ മൈനസ് ലാംഡ മ്യൂ എന്നുള്ളൊരു സെറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇപ്പൊ ലാംഡ മാറുന്നതിനനുസരിച്ച് ഈ സെറ്റ് ഫംഗ്ഷൻ മാറും. എന്നിട്ട് ഈ ന്യൂ മൈനസ് ലാംഡ മ്യൂ ഒരു സൈൻഡ് മെഷർ ആണ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റിയും ഒരേ സമയത്ത് ന്യൂ മൈനസ് ലാംഡ മ്യൂ അസ്യൂം ചെയ്യില്ല എന്നാണ്. നമുക്ക് തന്നിട്ടുണ്ട് ന്യൂ സിഗ്മ ഫൈനൈറ്റ് മെഷർ ആണെന്ന്. പക്ഷെ നമ്മൾ ന്യൂ ഫൈനൈറ്റ് മെഷർ ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് ചെയ്യുന്നത്. അപ്പോ ന്യൂ ഫൈനൈറ്റ് ആണ്, therefore mu of x is finite and mu of x is finite since mu is also finite according to our assumption. അപ്പോ ന്യൂ മൈനസ് ലാംഡ മ്യൂ എന്നുള്ളത് ഒരിക്കലും ഇൻഫിനിറ്റി അസ്യൂം ചെയ്യില്ല. therefore ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റിയും അസ്യൂം ചെയ്യില്ല. therefore ആ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് നൾ സെറ്റിന്റെ സൈൻഡ് മെഷർ 0 ആയിരിക്കണം. അപ്പൊ ന്യൂ മൈനസ് ലാംഡ മ്യൂ ഓഫ് 5 കൺസിഡർ ചെയ്തു. ന്യൂ ഓഫ് 5 മൈനസ് ലാംഡ ഇൻറ്റു ന്യൂ ഓഫ് 5 എന്ന് എഴുതാം. ന്യൂ ഒരു മെഷർ ആയതുകൊണ്ട് ന്യൂ ഓഫ് 5 0 ആണ്. ന്യൂ മെഷർ ആയതുകൊണ്ട് ന്യൂ ഓഫ് 5 0 ആണ്. therefore that is equal to 0 എന്ന് കിട്ടി. അപ്പൊ സെക്കൻഡ് കണ്ടീഷനും ഹോൾഡ് ചെയ്തു. നൾ സെറ്റിന്റെ സൈൻഡ് മെഷർ ഈക്വൽ ടു 0. നെക്സ്റ്റ് കൗണ്ടബിൾ അഡിറ്റിവിറ്റി ആണ്. ന്യൂ മൈനസ് ലാംഡ മ്യൂ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇ കെ ഒരു സീക്വൻസ് ഓഫ് ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. നമുക്ക് ഫൈനൈറ്റ് അഡിറ്റിവിറ്റി വെച്ച് ന്യൂ ഓഫ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ന്യൂ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ മൈനസ് ലാംഡ ഇൻറ്റു ന്യൂ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ന്യൂ ഓഫ് ഇ കെ എന്ന് എഴുതാം. ന്യൂ മെഷർ ആയതുകൊണ്ട് ഫൈനൈറ്റ് അഡിറ്റിവിറ്റി വെച്ച്, അതുപോലെ മ്യൂ മെഷർ ആയതുകൊണ്ട് ഫൈനൈറ്റ് അഡിറ്റീവ് വെച്ച് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ന്യൂ ഓഫ് ഇ കെ എന്ന് എഴുതാം. അപ്പോ ന്യൂ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ കെനെ നമുക്ക് ലിമിറ്റ് n tends to infinity സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ന്യൂ ഓഫ് ഇ കെ എന്ന് എഴുതാം. ദാറ്റ് ഇസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity ന്യൂ ഓഫ് ഇ കെ. ന്യൂ ഓഫ് ഇ കെ ഫൈനൈറ്റ് ആണെന്ന് നമുക്കറിയാം. therefore ന്യൂ ഓഫ് യൂണിയൻ ഇ കെയും ഫൈനൈറ്റ് ആയിരിക്കും. therefore ന്യൂ ഓഫ് യൂണിയൻ ഇ കെ ഫൈനൈറ്റ് ആവാൻ കാരണം ന്യൂ ഒരു ഫൈനൈറ്റ് മെഷർ ആയതുകൊണ്ട്. അപ്പൊ ദിസ് ഇസ് ഫൈനൈറ്റ്. അപ്പോ ഈ റൈറ്റ് സൈഡ് കൺവേർജ് ചെയ്യും. അതുപോലെ ന്യൂ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെ ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ന്യൂ ഓഫ് ഇ കെ ആണ്. ദാറ്റ് ഇസ് സെയിം ആസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity ന്യൂ ഓഫ് ഇ കെ. ന്യൂ ഓഫ് യൂണിയൻ ഇ കെ is finite since mu of x is finite. therefore this summation also converges. അപ്പൊ നമുക്ക് ഈ സമ്മും ഫൈനൈറ്റ് ആണെന്ന് കിട്ടി. therefore നമുക്ക് ന്യൂ മൈനസ് ലാംഡ മ്യൂ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെനെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മളിവിടെ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ന്യൂ ഓഫ് ഇ കെ മൈനസ് ലാംഡ ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ന്യൂ ഓഫ് ഇ കെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ലിമിറ്റ് n tends to infinity ന്യൂ മൈനസ് ലാംഡ മ്യൂ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ എന്ന് എഴുതാം. ഇത് മെഷേഴ്സിന്റെ കണ്ടിന്യൂറ്റി വെച്ചിട്ടാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു
ന്യൂ ഓഫ് യൂണിയൻ ഇ കെനെ 1 to n ഇ കെനെ നമ്മൾ സമ്മേഷൻ k ഈക്വൽ ടു 1 to n ന്യൂ ഓഫ് ഇ കെ എന്ന് എഴുതിയിട്ടുണ്ട്. മൈനസ് ലാംഡ ഇൻറ്റു സമ്മേഷൻ k ഈക്വൽ ടു 1 to n ന്യൂ ഓഫ് ഇ കെ എന്ന് എഴുതിയിട്ടുണ്ട്. ന്യൂ ഓഫ് യൂണിയൻ 1 to n ഇ കെനെ. അപ്പൊ നമുക്ക് അതിന് ഇങ്ങനെ കൊടുക്കും. ഇനി ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ന്യൂ ഓഫ് ഇ കെ വരും, വിച്ച് ഇസ് ഫൈനൈറ്റ്, ആൻഡ് സമ്മേഷൻ മൈനസ് ലാംഡ ഇൻറ്റു സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ന്യൂ ഓഫ് ഇ കെ എന്ന് വരും. ദിസ് ടേം ഈസ് ഓൾസോ ഫൈനൈറ്റ്. അപ്പോൾ ഈ ഫൈനൈറ്റ് സം ആയതുകൊണ്ട് ഈ രണ്ട് സമ്മേഷനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ന്യൂ മൈനസ് ലാംഡ മ്യൂ ഓഫ് ഇ കെ എന്ന് എഴുതാം. അപ്പോ ന്യൂ മൈനസ് ലാംഡ മ്യൂ ഓഫ് യൂണിയൻ k ഈക്വൽ ടു 1 to infinity ഇ കെനെയാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. Therefore ന്യൂ മൈനസ് ലാംഡ മ്യൂ ഈസ് കൗണ്ടബിളി അഡിറ്റീവ്. Therefore സൈൻഡ് മെഷർ ആകാനുള്ള കണ്ടീഷൻസ് എല്ലാം ഹോൾഡ് ചെയ്തു. Therefore ന്യൂ മൈനസ് ലാംഡ മ്യൂ ഇസ് എ സൈൻഡ് മെഷർ. ഈ പ്രൂഫ് പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല. ന്യൂ മൈനസ് ലാംഡ മ്യൂ ഇസ് എ സൈൻഡ് മെഷർ എന്ന് എഴുതിയാൽ മതി. ഇനി നമ്മൾ ഹോൺ ഡീകമ്പോസിഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഹോൺ ഡീകമ്പോസിഷൻ തിയറം എന്ന് ഓർക്കാം. ലെറ്റ് ന്യൂ ബി എ സൈൻഡ് മെഷർ ഓൺ ദ മെഷറബിൾ സ്പേസ് xm. Then there exists a positive set A for mu and a negative set B for mu such that x equal to A union B and A intersection B equal to 5. ഒരു സൈൻഡ് മെഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് സെറ്റ് എ കണ്ടുപിടിക്കാൻ പറ്റും ആൻഡ് എ നെഗറ്റീവ് സെറ്റ് ബി കണ്ടുപിടിക്കാൻ പറ്റും such that union equal to the full set x and their intersection equal to null set. അപ്പൊ നമുക്ക് ഇവിടെ ന്യൂ മൈനസ് ലാംഡ മ്യൂ ഒരു സൈൻഡ് മെഷർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് സെറ്റ് ഉണ്ടായിരിക്കും ആൻഡ് എ നെഗറ്റീവ് സെറ്റ് ഉണ്ടായിരിക്കും. ആ പോസിറ്റീവ് സെറ്റിന്റെ നെഗറ്റീവ് സെറ്റിന്റെ യൂണിയൻ എക്സ് ആയിരിക്കും ആൻഡ് ഇന്റർസെക്ഷൻ വിൽ ബി നൾ സെറ്റ്. ഒരു പോസിറ്റീവ് സെറ്റ് എന്ന് വെച്ചാൽ ആ സെറ്റിന്റെ സബ്സെറ്റുകളുടെ എല്ലാം മെഷർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലാണ് ആ സെറ്റിനെ പോസിറ്റീവ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഒരു സെറ്റിന്റെ നെഗറ്റീവ് സെറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ആ സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും സൈൻഡ് മെഷർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ നമുക്ക് ആ സെറ്റിനെ നെഗറ്റീവ് സെറ്റ് എന്ന് വിളിക്കാം. ഇപ്പൊ ന്യൂ മൈനസ് ലാംഡ മ്യൂ സൈൻഡ് മെഷർ ആയതുകൊണ്ട് നമുക്ക് ഹോൺ ഡികമ്പോസിഷൻ വഴി there exists a positive set p lambda. നമുക്ക് ഈ ന്യൂ മൈനസ് ലാംഡ മ്യൂ എന്ന ഫംഗ്ഷൻ ലാംഡ മാറുന്നതിനനുസരിച്ച് വേറെ വേറെ ഫംഗ്ഷൻസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഈ ലാംഡയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഓരോ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന പോസിറ്റീവ് സെറ്റ് വേറെ ആയിരിക്കും. അപ്പോൾ ന്യൂ മൈനസ് ലാംഡ മ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് സെറ്റ് ഉണ്ടായിരിക്കും പി ലാംഡ ആൻഡ് എ നെഗറ്റീവ് സെറ്റ് ഉണ്ടായിരിക്കും എൻ ലാംഡ such that യൂണിയൻ ഓഫ് them ഈക്വൽ ടു എക്സ് ആൻഡ് ഇന്റർസെക്ഷൻ ഈക്വൽ ടു നൾ സെറ്റ്. ഇനി നമ്മൾ ക്ലെയിം ചെയ്യുവാണ് there exists a lambda greater than 0 such that mu of p lambda strictly greater than 0. നമ്മൾ പറഞ്ഞു ഓരോ ന്യൂ മൈനസ് ലാംഡ മ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു പോസിറ്റീവ് സെറ്റും നെഗറ്റീവ് സെറ്റും ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് പോസിറ്റീവ് സെറ്റ് ആണ് പി ലാംഡ എന്ന് വെച്ചാൽ ന്യൂ മൈനസ് ലാംഡ മ്യൂ ഓഫ് എനി സബ്സെറ്റ് ഓഫ് പി ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി നമ്മളുടെ ക്ലെയിം ഇതാണ് there exists a lambda greater than 0 such that mu of p lambda greater than 0. അപ്പൊ നമുക്ക് ഇത് പ്രൂവ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇത് ശരിയല്ല എന്ന് വിചാരിക്കുന്നു. assume the contrary, that is for every there exists a lambda എന്നാണ് എന്ന് വെച്ചാൽ for every lambda greater than 0ക്ക് mu of p lambda equal to 0 ആണെന്ന് വിചാരിച്ചു. അതാണ് ഇതിന്റെ കോൺട്രറി എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ലാംഡ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഇല്ല എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഫോർ എവറി ലാംഡ ഗ്രേറ്റർ ദാൻ 0ക്ക് ഇത് തെറ്റാണ്. ഇത് തെറ്റാണെന്ന് വെച്ചാൽ ലെസ് ദാൻ ഈക്വൽ ടു 0 ആണ്. മ്യൂ ഓഫ് പി ലാംഡ ഈക്വൽ ടു 0 ആണ്. ഇതാണ് നമ്മുടെ അസംപ്ഷൻ. മ്യൂ ഒരു മെഷർ ആയതുകൊണ്ട് പി ലാംഡയുടെ എല്ലാ സബ്സെറ്റുകൾക്കും മ്യൂ ഓഫ് ഇ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ന്യൂ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ എന്ന് തന്നിട്ടുണ്ട്. therefore മ്യൂ ഓഫ് ഇ ഈക്വൽ ടു 0 implies മ്യൂ ഓഫ് ഇ ഈക്വൽ ടു 0. അതാണ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് എന്നതിന്റെ ഡെഫിനിഷൻ. അപ്പൊ ന്യൂ ഓഫ് ഇ ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ എവറി ഇ സബ്സെറ്റ് ഓഫ് പി ലാംഡ such that ഇ ബിലോങ്സ് ടു എമ്മിന്. കാരണം അതിന് മ്യൂ ഓഫ് ഇ 0 ആയതുകൊണ്ട് ഇത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഡെഫിനിഷൻ അനുസരിച്ച് മ്യൂ ഓഫ് ഇ ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്ക് എൻ ലാംഡ ഒരു നെഗറ്റീവ് സെറ്റ് ആണെന്ന് നമുക്കറിയാം. therefore ന്യൂ മൈനസ് ലാംഡ മ്യൂ ഓഫ് ഇ is less than or equal to
0 for every e subset of n lambda. നെഗറ്റീവ് സെറ്റിന്റെ ഡെഫിനിഷൻ വഴിയായിട്ട്. അപ്പൊ നമുക്ക് mu of e minus lambda mu of e less than or equal to 0 എന്നാണ് കിട്ടുന്നത്. That is mu of e less than or equal to lambda into mu of e for every e subset of n lambda and e belongs to m. Where lambda greater than 0. Lambda greater than 0 എന്ന അസംഷൻ നമ്മൾ മുകളിൽ എടുത്തതാണ്. അപ്പൊ this is true for every lambda greater than 0. അപ്പൊ അതുകൊണ്ട് നമുക്ക് k by mu of e എന്ന് നമുക്ക് ലാംഡയെ എടുക്കാം. whenever mu of e greater than 0. അപ്പൊ mu of e greater than 0 ആകുമ്പോൾ നമുക്ക് k by mu of e എന്നുള്ളത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. നമുക്ക് ലാംഡയ്ക്ക് പകരം അത് ചൂസ് ചെയ്താൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. അപ്പൊ mu of e less than or equal to k by mu of e into mu of e എന്ന് വിടും. അപ്പൊ mu of e ക്യാൻസൽ ആയി കഴിയുമ്പോഴത്തേക്ക് mu of e less than or equal to k എന്ന് വിടും. This is true for every k greater than 0. അപ്പൊ ഏതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയെക്കാളും ചെറുതാണ് mu of e എന്ന് പറഞ്ഞാൽ mu of e മെഷർ ആയതുകൊണ്ട് that will be equal to 0. അപ്പൊ therefore mu of e equal to 0 whenever mu of e equal to 0. mu of e equal to 0 എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്. നമ്മൾ കേസ് 2ന്റെ അസംഷൻ mu of e not equal to 0 എന്നുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് കേസ് 2ന്റെ അസംഷൻ ഒരു കോൺട്രഡിക്ഷൻ ആണ് ഇവിടെ mu of e equal to 0 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം therefore നമ്മുടെ അസംഷൻ നമ്മൾ ക്ലെയിം തെറ്റാണ് എന്നാണ് അസ്യൂം ചെയ്ത് തുടങ്ങിയത്. ഇതായിരുന്നു നമ്മുടെ ക്ലെയിം. there exists a lambda greater than 0 such that mu of p lambda greater than 0. ഇതായിരുന്നു നമ്മുടെ ക്ലെയിം. പക്ഷെ ഇത് തെറ്റാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തു പോയത്. അപ്പോ ആ അസംഷൻ ആണ് റോങ്. therefore ഈ ക്ലെയിം ഇസ് ട്രൂ. അതായത് ഒരു ലാംഡ എക്സിസ്റ്റ് ചെയ്യും greater than 0 such that mu of p lambda greater than 0. നമ്മുടെ കേസ് 2ന്റെ അസംഷൻ ഇതായിരുന്നു mu of e not equal to 0 എന്നുള്ളത് for some e belongs to m ന്. പക്ഷെ നമുക്ക് കിട്ടിയത് mu of e equal to 0 for every e belongs to m. അപ്പൊ നമുക്ക് ഇതായിരുന്നു കോൺട്രഡിക്ഷൻ. നമ്മുടെ ക്ലെയിം there exists lambda greater than 0 such that mu of p lambda greater than 0 എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ട്രൂ ആണെന്ന് കിട്ടി by this contradiction. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലാംഡ എക്സിസ്റ്റ് ചെയ്യും. ആ ലാംഡയെ ലാംഡ നോട്ട് എന്ന് വിളിക്കുവാണ്. അപ്പോൾ ലാംഡ നോട്ട് greater than 0 ആണ് and mu of p lambda naught is greater than 0. ഇനി നമ്മളൊരു ഫംഗ്ഷൻ വെറുതെ ഡിഫൈൻ ചെയ്യുവാണ് lambda naught into chi p lambda naught. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ f ഡിഫൈൻ ചെയ്തു. ഇനി അതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നോക്കാം. നമുക്കിത് chi p lambda naught ആയതുകൊണ്ട് this value is 0 or 1 and lambda naught greater than 0 ആണ്. therefore this function is non negative. അപ്പൊ എഫ് ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. പിന്നെ ഇതൊരു സിമ്പിൾ ഫംഗ്ഷൻ ആണ്. കാരണം ലാംഡ നോട്ട് ഒരു റിയൽ നമ്പർ ആണ്. കൈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. therefore this function is simple. therefore it is measurable. അപ്പോൾ എഫ് ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആണ്. ഇനി ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഡി മ്യൂ നോക്കുവാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എക്സ് ലാംഡ നോട്ട് ഇൻറ്റു കൈ പി ലാംഡ നോട്ട് ഡി മ്യൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ നോട്ട് ഇൻറ്റു നമുക്ക് സിമ്പിൾ ഫംഗ്ഷൻ നമ്മളൊരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്തു. ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ ഈ സെയിം ആസ് ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഇൻറ്റു കൈ ഡി മ്യൂ എന്നാണ്. ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ ഈ സെയിം ആസ് ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഇൻറ്റു കൈ ഡി മ്യൂ എന്നാണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓവർ എക്സ് ലാംഡ നോട്ട് ഇൻറ്റു കൈ പി ലാംഡ നോട്ട് ഡി മ്യൂനെ നമുക്ക് ഇന്റഗ്രൽ ഓവർ പി ലാംഡ നോട്ട് ഡി മ്യൂ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓവർ പി ലാംഡ നോട്ട് ഡി മ്യൂ ആണ് ഈ ഇന്റഗ്രല്. ലാംഡ നോട്ട് നമുക്ക് റിയൽ നമ്പർ ആണ്, വെളിയിലെടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ നോട്ട് ഇൻറ്റു മ്യൂ ഓഫ് പി ലാംഡ നോട്ട് എന്ന് വരും. അപ്പൊ ലാംഡ നോട്ട് ഇൻറ്റു മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ആണ്. ഇതിൽ ലാംഡ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്കറിയാം. മ്യൂ ഓഫ് പി ലാംഡ നോട്ടും ഗ്രേറ്റർ ദാൻ ആണെന്ന് നമുക്കറിയാം. ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് അറിയാം. therefore ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഡി മ്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമ്മളിത് ഇൻഇക്വാലിറ്റി 3 ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ കൺസിഡർ ചെയ്യുവാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഇ എഫിന് പകരം ലാംഡ നോട്ട് ഇൻറ്റു കൈ പി ലാംഡ നോട്ട് ഡി മ്യൂ എന്ന് കൊടുക്കാം. ലാംഡ നോട്ട് വെളിയിലെടുക്കാം. ലാംഡ നോട്ട് ഇൻറ്റു ഇന്റഗ്രൽ ഓവർ എക്സ് കൈ പി ലാംഡ നോട്ട് എന്ന് എഴുതാം. ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഇ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇൻറ്റു കൈ കൊടുക്കണമല്ലോ.
ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ ഈസ് ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഇൻറ്റു കൈ ഇ ഡി മ്യൂ. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓവർ ഇ ആയിരുന്നു ഉണ്ടായിരുന്നത്, കൈ പി ലാംഡ നോട്ട് ഡി മ്യൂ. അപ്പോ ഇൻറ്റു കൈ ഇ ഡി മ്യൂ കൂടെ കൊടുക്കണം, ഇന്റഗ്രൽ ഓവർ എക്സ് ആക്കി മാറ്റുമ്പോൾ. ഇനി കൈ എ ഇൻറ്റു കൈ ബി എന്നുള്ളത് കൈ എ ഇന്റർസെക്ഷൻ ബി ആണെന്ന് നമുക്കറിയാം. Therefore, this is equal to lambda naught into integral over x by p lambda naught intersection e d mu എന്ന് കിട്ടും. ഇനി ഇന്റഗ്രൽ ഓവർ എക്സ് കൈ എ ഡി മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ ഓഫ് എ ആണെന്ന് നമുക്കറിയാം. Therefore, ഇന്റഗ്രൽ ഓവർ എക്സ് കൈ പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ ഡി മ്യൂ എന്ന് പറയുന്നത് മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ ആണ്. നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ലാംഡ നോട്ട് ഇൻറ്റു മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ ആണ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ. അതാണ് ഇനിക്വാളിറ്റി 4. ഇനി പി ലാംഡ ഒരു പോസിറ്റീവ് സെറ്റ് ആണെന്ന് നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു ന്യൂ മൈനസ് ലാംഡ മ്യൂ. Therefore, ന്യൂ മൈനസ് ലാംഡ മ്യൂ ഓഫ് ഇ is greater than or equal to 0 for every subset of p lambda. Therefore, p lambda naught intersection e അതൊരു സബ്സെറ്റ് ഓഫ് പി ലാംഡ നോട്ട് ആണെന്ന് നമുക്കറിയാം. Therefore, ന്യൂ മൈനസ് ലാംഡ നോട്ട് മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, ഈ മുകളിൽ പറഞ്ഞ റീസൺ കൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ മൈനസ് ലാംഡ നോട്ട് ഇൻറ്റു മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ നോട്ട് ഇൻറ്റു മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ എന്ന് കിട്ടും. അതിനെ ഇനിക്വാളിറ്റി 5 എന്ന് എഴുതി വെച്ചു. നമ്മുടെ ഇനിക്വാലിറ്റി 4 ഇതായിരുന്നു. ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു ലാംഡ നോട്ട് ഇൻറ്റു മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ. ഇതായിരുന്നു ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു ലാംഡ നോട്ട് ഇൻറ്റു മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ. അപ്പൊ നമുക്ക് ഈ റൈറ്റ് സൈഡിലെ 5 ഇനിക്വാലിറ്റി 5ന്റെ റൈറ്റ് സൈഡിലെ ക്വാണ്ടിറ്റി ആണ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ എന്ന് നമുക്ക് കിട്ടിയത്. ഇന്റഗ്രൽ ഓവർ എഫ് ഡി മ്യൂ ഈക്വൽ ടു ലാംഡ നോട്ട് ഇൻറ്റു മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ. അതായിരുന്നു ഇക്വേഷൻ 4. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇക്വേഷൻ 5ൽ നിന്ന് ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ എന്ന് എഴുതാം. ഇനി മ്യൂ ഓഫ് പി ലാംഡ നോട്ട് ഇന്റർസെക്ഷൻ ഇ is less than or equal to nu of e ആണ് by subadditivity. E യുടെ സെറ്റ് ആണ് p lambda naught intersection e. Therefore, this is less than or equal to nu of e. This is true for every e belongs to m. നമ്മുടെ ക്ലെയിം 1 എന്ന് പറഞ്ഞാൽ there exists a non-negative measurable function f such that integral over e f d mu is less than or equal to nu of e എന്നതായിരുന്നു. അപ്പൊ നമ്മൾ f ഇങ്ങനെ ഡിഫൈൻ ചെയ്തായിരുന്നു, ലാംഡ നോട്ട് ഇൻറ്റു കൈ പി ലാംഡ നോട്ട്. ആ എഫ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇനിക്വാളിറ്റീസ് എല്ലാം പ്രൂവ് ചെയ്തത്. അതായത് ഈ പറഞ്ഞ എഫിന് നമുക്ക് കിട്ടിയത് ഇതാണ്, ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ന്യൂ ഓഫ് ഇ എന്ന്. അപ്പോ നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത എഫിന് നമ്മളുടെ ക്ലെയിം ട്രൂ ആണ്, എഫ് നോൺ നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ therefore ക്ലെയിം 1 is true എന്ന് കിട്ടി.